ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കാഴ്ചകളും വർണ്ണങ്ങളും എന്നുള്ള പാഠത്തിലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു ആ പാഠത്തിലെ എല്ലാ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളാണ് ബാക്കിയുള്ളത്. ഒരു 4 വീഡിയോകളിലായിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓരോ ദിവസവും 15 മിനിറ്റ് വീതം 4 ദിവസം അല്പസമയം എടുത്തിട്ട് അതിനായിട്ട് സമയം മാറ്റി വെക്കാണ്ട് നമുക്ക് തന്നെ പഠിക്കാം. ഇന്ന് നമുക്ക് ആ കണ്ണുമായി ബന്ധപ്പെട്ട 3 രോഗങ്ങളും അതിൻ്റെ കാരണങ്ങളും പ്രതിവിധികളും പഠിക്കാം. ഉറപ്പാണ് പരീക്ഷയ്ക്ക് ഒരെണ്ണം വരും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 3 രോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾക്ക് ഇന്ന് പഠിക്കേണ്ടത്. ഒന്ന്, ദീർഘദൃഷ്ടി. അത് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഹൈപ്പർ മെട്രോപിയ അഥവാ ലോങ് സൈറ്റഡ്നെസ് എന്നാണ് പറയുക. രണ്ടാമത്തെ രോഗം ഹ്രസ്വദൃഷ്ടിയാണ്, മയോപിയ അല്ലെങ്കിൽ നിയർ സൈറ്റഡ്നെസ്. മൂന്നാമത്തേത് പ്രസ് ബയോപിയ എന്ന വെള്ളെഴുത്ത്. ഇത് ഒരു രോഗമായി സാധാരണ രീതിയിൽ പരിഗണിക്കാറില്ല. അതൊരവസ്ഥയാണ്, വയസ്സ് കൂടുമ്പോൾ വരുന്ന ഒരവസ്ഥയാണ്. ആദ്യത്തെ 2 രോഗങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇനി എന്താണ് നമുക്ക് ദീർഘദൃഷ്ടി എന്ന് നോക്കാം. ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്, ഹൈപ്പർ മെട്രോപിയ എന്ന് പറയുന്നത്, ചില ആളുകൾക്ക് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാം, എന്നാൽ അവർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല. ഈ രോഗത്തിന്റെ പേരാണ് ദീർഘദൃഷ്ടി. ഒന്നുകൂടി ആലോചിക്കുക. ദീർഘം, അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാം അവർക്ക്, അതല്ല അവരുടെ രോഗം. അടുത്തുള്ള വസ്തുക്കളെ അവർക്ക് വ്യക്തമായി കാണാൻ കഴിയില്ല. Some persons can see far objects clearly, but they cannot see near objects clearly. This defect of eye is called as hypermetropia. Okay, അപ്പോൾ എന്താണ് ഹൈപ്പർമെട്രോപിയ, ലോങ് സൈറ്റഡ്നെസ്, ദീർഘദൃഷ്ടി എന്ന് മനസ്സിലായില്ലേ? ഇനി ഇത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ പിടിപെടുക? ഒന്ന്, നമ്മുടെ കണ്ണിന്റെ ലെൻസിന്റെ പവർ കുറവാവുക. നോക്കണം, ദീർഘദൃഷ്ടിയാണ്, കണ്ണിന്റെ ലെൻസിന്റെ പവർ കുറഞ്ഞു പോവുക. അല്ലെങ്കിൽ നേത്രഗോളത്തിന്റെ നീളം കുറഞ്ഞു പോവുക. ഇതാണ് ഇതിന് കാരണം. അപ്പൊ എന്താണ് ദീർഘദൃഷ്ടിക്ക് കാരണങ്ങൾ? കണ്ണിന്റെ ലെൻസിന്റെ പവർ കുറഞ്ഞു പോവുക, നേത്രഗോളത്തിന്റെ നീളം കുറഞ്ഞു പോവുക. ഇതിലേതെങ്കിലും ഒരു കാരണം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു രോഗം വന്നാൽ നമുക്ക് അതിന്റെ റെമഡി എന്താണ്? നമുക്ക് എങ്ങനെ അത് പരിഹരിക്കാം? അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഇത് പരിഗണിക്കാം. അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഇത് പരിഹരിക്കാം. ഇറ്റ് ക്യാൻ ബി റെമഡീഡ് ബൈ യൂസിങ് എ കോൺവെക്സ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ പവർ. ഓക്കെ, ഇത്രയും കാര്യമാണ് നമുക്ക് ദീർഘദൃഷ്ടിയെ കുറിച്ച് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത രോഗത്തിലേക്ക് പോകാം, ഹ്രസ്വദൃഷ്ടി. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നമ്മൾ ഓർക്കേണ്ടത്? എന്താണ് ഹ്രസ്വദൃഷ്ടി? എന്തുകൊണ്ടാണ് ഹ്രസ്വദൃഷ്ടി ഉണ്ടാകുന്നത്? അതിന് നമുക്ക് എങ്ങനെ പരിഹരിക്കാം? നമ്മളിവിടെ പറഞ്ഞ പോലെ ദീർഘദൃഷ്ടി എന്താ? അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാം, അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ പറ്റില്ല. അപ്പൊ ഹ്രസ്വദൃഷ്ടി എന്താ? അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാം. നേരെ തിരിച്ചാണ് കേട്ടോ. ഹ്രസ്വദൃഷ്ടി അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാം എങ്കിലും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ പറ്റാത്ത ചില കണ്ണുകൾ ഉണ്ടാവും. ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ്, ഈ രോഗത്തിന് പറയുന്ന പേരാണ് ഹ്രസ്വദൃഷ്ടി, മയോപിയ ഓർ നിയർ സൈറ്റഡ്നെസ്. Some persons can see near objects clearly, but they cannot see far objects clearly. This defect of the eye is called as myopia or nearsightedness. ഇനി നമുക്ക് നിയർ സൈറ്റ്നെസ്സിന്റെ കാരണം എന്താന്ന് നോക്കാം. നിയർ സൈറ്റ്നെസ്സിന്റെ കാരണം ഒന്നെങ്കിൽ നമ്മുടെ ലെൻസിന്റെ പവർ കൂടി പോവുക, ഇവിടെ നമ്മൾ കുറഞ്ഞതൊന്ന് ആലോചിക്കണം, കൂടി പോവുക, അല്ലെങ്കിൽ നേത്രഗോളത്തിന്റെ നീളം കൂടി പോവുക. ഇതാണ് ഇതിന്റെ കാരണം. ലെൻസിന്റെ പവർ കൂടി പോവുകയാവാം, നേത്രഗോളത്തിന്റെ നീളം കൂടി പോവുകയാവാം. ദീർഘദൃഷ്ടിക്ക് നമ്മൾ എന്താണ് പറഞ്ഞത്? അനുയോജ്യമായ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? അനുയോജ്യമായ പവറുള്ള കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാൽ ഈ രോഗം നമുക്ക് പരിഹരിക്കാം.
അപ്പോൾ ദീർഘദൃഷ്ടിയെക്കുറിച്ച് നമ്മൾ പഠിച്ച കാര്യം നേരെ ഓപ്പോസിറ്റായി ഹ്രസ്വദൃഷ്ടിയെക്കുറിച്ച് പഠിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത രോഗമായ വെള്ളെഴുത്ത്, പ്രസ്ബയോപ്പിയ. ഞാൻ പറഞ്ഞു വെള്ളെഴുത്തിനെ ഒരു രോഗമായി പരിഗണിക്കേണ്ടതില്ല. വയസ്സ് കൂടുന്തോറും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് എന്താണ് നമ്മുടെ നിയർ പോയിന്റ്. ഒരാൾക്ക് ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന കണ്ണിന്റെ ഏറ്റവും അടുത്ത അകലം, അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ അല്പം അവ്യക്തമാകും, അതിനിപ്പുറത്തേക്ക് വരുമ്പോഴും അവ്യക്തമാകും. അപ്പോൾ ഏത് പോയിന്റിൽ വെച്ചാലാണോ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുക, അതാണ് നിയർ പോയിന്റ്. ആരോഗ്യമുള്ള ഒരു കണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിയർ പോയിന്റിലേക്കുള്ള അകലം 25 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഒരാൾ പുസ്തകം വായിക്കുമ്പോൾ അയാളുടെ തലച്ചോറ് അയാളോട് പറയും 25 സെന്റിമീറ്റർ അകലത്തിൽ പിടിക്കണം. അപ്പോൾ അയാൾക്ക് നന്നായി വായിക്കാൻ കഴിയും. എന്നാൽ പ്രായം കൂടുമ്പോൾ ഈ നിയർ പോയിന്റിലേക്കുള്ള അകലം 30 സെന്റിമീറ്റർ 35 സെന്റിമീറ്റർ ഇങ്ങനെ കുറേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വയസ്സായവർ ഇങ്ങനെ വായിക്കുന്നത്. ഇങ്ങനെ വായിക്കുന്നതിന് പകരം അവരിങ്ങനെ വായിക്കും. അപ്പോൾ ഈ നിയർ പോയിന്റിലേക്കുള്ള അകലം കൂടുന്നത് കൊണ്ട് പ്രായം കൂടുമ്പോൾ നിയർ പോയിന്റിലേക്കുള്ള അകലം കൂടുന്നത് കൊണ്ട് വരുന്ന ഒരു അസ്വാഭാവികതയാണ് വെള്ളെഴുത്ത് അഥവാ പ്രസ്ബയോപ്പിയ. ഈ പ്രസ്ബയോപ്പിയ ഉണ്ടാവാൻ എന്താണ് കാരണം എന്ന് നോക്കാം. വയസ്സാകുമ്പോൾ സീലിയറി പേശിയുടെ കഴിവ് കുറയും. അതുകൊണ്ട് കണ്ണിന്റെ പവർ ഓഫ് അക്കോമഡേഷൻ കുറയും. എവിടെയിരുന്നാലും റെറ്റിനയിലേക്ക് പ്രതിബിംബം വീഴിക്കാൻ കഴിയുന്ന കണ്ണിന്റെ കഴിവിന്റെ പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ. അപ്പോൾ കണ്ണിന്റെ സമഞ്ജനക്ഷമത എന്ന് നമ്മൾ പറയും. അപ്പോൾ കണ്ണിന്റെ സമഞ്ജനക്ഷമത പ്രായമാകുമ്പോൾ കൂടിപ്പോകും. അതിന് കാരണം സീലിയറി പേശികളുടെ ബലക്കുറവാണ്. അപ്പം ഇങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കാം? നമുക്ക് എങ്ങനെ ഇത് പരിഹരിക്കാം? അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ രോഗം പരിഹരിക്കാം. ഇപ്പം ഞാനൊക്കെ ഇരുന്ന കണ്ട കോൺവെക്സ് ലെൻസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എൻ്റെ ഇതിൻ്റെ പവർ 2.75 ആണ്. ഇപ്പോൾ 2.75 ഉള്ള ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് എൻ്റെ വെള്ളെഴുത്തിനെ മറികടക്കുന്നത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. വ്യക്തമായി പഠിക്കുക, പരീക്ഷയ്ക്ക് ഇതിൽ നിന്നൊന്നും ഉറപ്പാണ്. ഇനി 3 വീഡിയോകൾ കൂടി നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ദിവസം 15 മിനിറ്റ് പഠിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ 4 വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ പാഠം തികച്ചും നന്നായി പഠിക്കാം. ഒരു 6 മാർക്കിന് നമുക്ക് പരീക്ഷയ്ക്ക് ഇത് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് വിളിക്കുക.